ദിവസവും 1 മണിക്കൂർ മതി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശയെ തന്നെ മാറ്റിമറിക്കുവാനെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? മിക്കവാറും ആളുകൾ വിശ്വസിക്കില്ല. എന്നാൽ ടോണി റോബിൻസിനെയും മറ്റും മെൻറ്റർ ചെയ്ത മോട്ടിവേഷണൽ സ്പീക്കറും ഓഥറും ഓൺട്രപ്രീനറുമായ ജിം റോൺ പറയുന്നു, അത് തുടങ്ങുന്നത് 1 മണിക്കൂറിൽ നിന്നാണെന്ന്. 1 മണിക്കൂറിൻ്റെ ഇൻറ്റൻഷൻ, 1 മണിക്കൂറിൻ്റെ ഡിസിപ്ലിൻ, നിങ്ങളിൽ തന്നെ വർക്ക് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുന്ന 1 മണിക്കൂർ. ഇന്ന് നമ്മൾ ആ 1 മണിക്കൂറിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ ശീലങ്ങളെ, വരുമാനത്തെ, ബന്ധങ്ങളെ റീഷേപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഈ 1 മണിക്കൂറിനെ കുറിച്ച് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നു. കാരണം സക്സസ് എന്നത് അബദ്ധവശാൽ ഉണ്ടാകുന്നതല്ല, മറിച്ച് അത് ദിവസവും എടുക്കുന്ന ഒരു തീരുമാനമാണ്. അതിന് പുതിയൊരു വർഷത്തിനായി കാത്തിരിക്കേണ്ടതില്ല, ആരുടെയും അനുവാദവും ആവശ്യമില്ല. ആകെ വേണ്ടത് ദിവസവും 1 മണിക്കൂറാണ്. ഇതിനായി സഹായിക്കുന്ന 6 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അത് സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുമല്ലോ. ദിവസത്തിലെ ആദ്യത്തെ 1 മണിക്കൂർ തിരിച്ചു പിടിക്കുമെന്ന് ആദ്യം തീരുമാനമെടുക്കുക. കാരണം നിങ്ങൾ എങ്ങനെ ഒരു ദിവസം തുടങ്ങുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങൾ നിങ്ങളുടെ ജീവിതം എങ്ങനെ നയിക്കുമെന്നത്. ഈ മണിക്കൂറാണ് നിങ്ങളുടെ വിൻഡോ, നിങ്ങളുടെ ലോഞ്ച് പാഡ്, നിങ്ങളുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം. പല ആളുകളും അത് നഷ്ടപ്പെടുത്തുന്നു. അവർ രാവിലെ എഴുന്നേൽക്കുന്നു, ഫോൺ ആദ്യം തേടിപ്പിടിക്കുന്നു, അതിൽ സമയം ചിലവഴിക്കുന്നു. എന്നാൽ സ്വയം എന്തു വേണമെന്ന് അവർ അന്വേഷിക്കുന്നില്ല. ഇന്ന് എനിക്ക് എന്തു വേണം, എനിക്ക് എന്താവണം എന്നൊന്നും അവർ സ്വയം ചോദിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ആദ്യത്തെ 1 മണിക്കൂറിൽ പ്രോഗ്രാം ചെയ്തില്ലെങ്കിൽ ലോകം അത് നിങ്ങൾക്കായി ചെയ്യും. അത് നിങ്ങളിലേക്ക് ഡ്രാമയും ബഹളങ്ങളും ഡിസ്ട്രാക്ഷൻസും കുത്തിനിറയ്ക്കും. അത് തിരിച്ചറിയുന്നതിന് മുൻപേ നിങ്ങൾ ജീവിതത്തോട് പ്രതികരിക്കാൻ ആരംഭിക്കും, അതിനെ ഡിസൈൻ ചെയ്യുന്നതിന് പകരം. അതുകൊണ്ട് ചലഞ്ച് ഇതാണ്: ദിവസത്തിലെ ആദ്യത്തെ 1 മണിക്കൂർ തിരിച്ചു പിടിക്കുക, അത് നിങ്ങളുടെ സ്വന്തമാക്കുക. ഇമെയിലുകൾ ചെക്ക് ചെയ്യുന്നതിന് മുൻപ്, സ്ക്രോളിംഗ് ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുൻപ് അല്പം രാവിലെ ഉണരുക. അത് ട്രെൻഡി ആയതുകൊണ്ടല്ല, മറിച്ച് അത് മാറ്റത്തിന് കാരണമാകും എന്നതുകൊണ്ട്. നിങ്ങളെ തന്നെ പണിതുയർത്താനായി അതുപയോഗിക്കുക. നല്ലൊരു പുസ്തകത്തിൻ്റെ 10 പേജെങ്കിലും വായിക്കാം. നന്ദി ഉളവാക്കുന്ന 3 കാര്യങ്ങൾ എഴുതാം. ദിവസം പ്ലാൻ ചെയ്യാം. ലക്ഷ്യങ്ങളെ മനസ്സിൽ കാണാം. ശരീരത്തെ ചലിപ്പിക്കാം. വെള്ളം കുടിക്കാം. നിശബ്ദതയിലായിരിക്കാം. നിങ്ങൾ ദിവസത്തിലെ ആദ്യത്തെ മണിക്കൂർ വിജയിച്ചാൽ ആ ഒരു ദിവസത്തെ കൈപ്പിടിയിലാക്കുന്നു. അങ്ങനെ കുറേ ദിവസങ്ങൾ നിങ്ങൾ കൈപ്പിടിയിലാക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വിൻ ചെയ്യുന്നു. ഞാനൊരു മോർണിംഗ് പേഴ്സൺ അല്ല എന്ന് ചിലരെങ്കിലും പറഞ്ഞേക്കാം. എന്നാൽ സക്സസിന്, ഡിസിപ്ലിനിന് ഇതൊരു വിഷയമേ അല്ല. നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നത് അതിനറിയേണ്ടതില്ല. സക്സസ്ഫുള്ളായ ആളുകൾ വളരെ ഉത്സാഹത്തോടെ പൂത്തിരികൾ കത്തിച്ചാണ് രാവിലെ ഉണരുന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല, അതവരുടെ തീരുമാനമാണ്. അവരാ ശീലത്തെ വളർത്തിയെടുത്തതാണ്. അത് നിങ്ങൾക്കും സാധിക്കും. അതുകൊണ്ട് നിങ്ങളുമായി തന്നെ ഒരു പുതിയ ഡീലുണ്ടാക്കാം. ലോകത്തെ തൊടുന്നതിന് മുൻപ് നിങ്ങളുടെ ഭാവിയെ തൊടുമെന്ന്. ആ 1 മണിക്കൂർ കൺസ്യൂം ചെയ്യാനല്ല, ക്രിയേറ്റ് ചെയ്യാനായി. അങ്ങനെ ലോകമുണരുമ്പോൾ നിങ്ങളതിനു മുൻപ് തന്നെ മാനസികമായും വൈകാരികമായും സ്പിരിച്വലായും വളർന്നു തുടങ്ങിയിട്ടുണ്ടാകും. നിങ്ങൾ ദിവസത്തിലെ ആദ്യത്തെ മണിക്കൂർ തിരിച്ചു പിടിക്കാൻ തീരുമാനിച്ചെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്നത് ആ 1 മണിക്കൂറിനെ നിധി എന്ന പോലെ പരിപാലിക്കുക, സംരക്ഷിക്കുക എന്നതാണ്. കാരണം ആളുകൾ അതിനെ മോഷ്ടിക്കാൻ നോക്കും. ഒരു നോട്ടിഫിക്കേഷൻ വഴി, ഒരു മെസ്സേജ് വഴി, ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട്. അങ്ങനെ പെട്ടെന്ന് ആ 1 മണിക്കൂർ അപ്രത്യക്ഷമാകും, വാനിഷ് ചെയ്യും. ഈ 1 മണിക്കൂറിനെ സേക്രഡായി, പാവനമായി കാണണം, സ്ട്രാറ്റജിക്കായി കാണണം. സമയത്തെ നഷ്ടപ്പെടുത്തുന്നത് പണം നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ അപകടകരമായി കരുതണം. കാരണം പണം വീണ്ടും ഉണ്ടാക്കാം, സമയം അങ്ങനെയല്ല. അതുകൊണ്ട് ഈ 1 മണിക്കൂറിൽ നോ കോൾസ്, നോ ഇമെയിൽസ്, നോ ഡിസ്ട്രാക്ഷൻസ്. അതുകൊണ്ട് തീരുമാനമെടുക്കുക. ഈ 1 മണിക്കൂർ നിങ്ങൾക്ക് വളരുവാൻ, ചിന്തിക്കുവാൻ, പടുത്തുയർത്തുവാനുള്ള സമയമാണെന്ന് സ്വയം പറയാം. ഈ 1 മണിക്കൂറിനെ വിരളമായ എന്തോ ഒന്നായി കാണാം. കാരണം അത് വിരളമാണ്. ഇത് ഒരു ശരാശരി വ്യക്തിയെ മികച്ചൊരു വ്യക്തിയിൽ നിന്നും വേർതിരിക്കുന്ന മണിക്കൂറാണ്. ദിവസത്തിലെ ആദ്യത്തെ മണിക്കൂർ പിടിച്ചെടുക്കുകയും സംരക്ഷിക്കുകയും മാത്രം പോരാ,
അതെങ്ങനെ ഉപയോഗിക്കണമെന്നതും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആളുകൾ ചിലപ്പോൾ ഈ 1 മണിക്കൂറിൽ ആക്റ്റീവായിരിക്കാം, ബിസി ആയിരിക്കാം. എന്നാൽ ശരിയായ കാര്യങ്ങളാണോ ചെയ്യുന്നത് എന്നത് ഒരു ചോദ്യമാണ്. കാരണം ഡയറക്ഷൻ ഇല്ലാതെയുള്ള ആക്ഷൻ നിരാശയിലേക്കുള്ള ഒരു റെസിപ്പിയാണ്. അതുകൊണ്ട് ആദ്യം സ്വയം ഒരു ചോദ്യം ചോദിക്കാം. ഞാൻ എവിടേക്കാണ് പോകുന്നത്? വേർ ആം ഐ ഗോയിങ്? കാരണം ദിശ അറിയില്ലെങ്കിൽ പ്രോഗ്രസ് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. ഡയറക്ഷൻ കോമ്പസും ആക്ഷൻ എഞ്ചിനുമാണ്. രണ്ടും ആവശ്യമാണ്. അതുകൊണ്ട് ആ 1 മണിക്കൂറിലെ ആദ്യത്തെ 3 മിനിറ്റോളം എടുത്ത് സ്വയം ചോദിക്കാം, എന്താണ് എൻ്റെ ലക്ഷ്യം? എന്ത് സ്കിൽസാണ് ഞാൻ വളർത്താൻ ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ട് അതെനിക്ക് പ്രാധാന്യം അർഹിക്കുന്നു? അത് തലയിൽ സൂക്ഷിക്കുന്നതിനു പകരം ഒരു പേപ്പറിൽ എഴുതുക. ജിം റോൺ പറയാറുണ്ട്, കാരണങ്ങൾ ആദ്യം വരുന്നു, ഉത്തരങ്ങൾ രണ്ടാമതും. അതുകൊണ്ട് കാരണം അറിയേണ്ടത് ആവശ്യമാണ്. അതറിഞ്ഞാൽ മറ്റെല്ലാം വ്യക്തമാകുന്നു. എന്നാൽ ഈ ഒരു സ്റ്റെപ്പിനെ മറികടന്ന് ആക്ഷനിലേക്ക് കടന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഒരു വലിയ റിസോഴ്സിനെ നഷ്ടപ്പെടുത്തുന്നു. അത് ഫോക്കസാണ്. സത്യത്തിൽ വേഗതയേക്കാൾ ദിശ പ്രധാനമാണ്. നമ്മൾ എത്ര വേഗത്തിൽ നീങ്ങുന്നു എന്നതിൽ യാതൊരു അർത്ഥവുമില്ല നമ്മൾ ശരിയായ ദിശയിലല്ല നീങ്ങുന്നതെങ്കിൽ. ദിശയുണ്ടെങ്കിലേ പ്രോഗ്രസ് ഉണ്ടാകൂ എന്ന് ഓർത്തിരിക്കാം. അതുകൊണ്ട് ഈ 1 മണിക്കൂർ ആരംഭിക്കുമ്പോൾ വെറുതെ ചെയ്തു തുടങ്ങാതെ ആദ്യം സ്വയം കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾക്ക് ആരാകണം? നിങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? ഏത് ചുവട് വെക്കുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ അടുത്തേക്ക് കൂടുതൽ നീങ്ങുന്നത്? ഇനി ദിശ തിരിച്ചറിഞ്ഞാൽ ഈ ദിശയിലേക്ക് നീങ്ങാൻ സഹായിക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്നതിൽ ഏർപ്പെടണം. ഇതിന് തിരിച്ച് സ്കൂളിൽ പോയി പഠിക്കുകയോ എക്സ്പെൻസീവായ പ്രോഗ്രാമുകൾ ചെയ്യേണ്ടതോ ഇല്ല. ഇതിനായി ഫോക്കസ്ഡ് ആയ 1 മണിക്കൂർ നീക്കിവെക്കേണ്ടതേയുള്ളൂ. അങ്ങനെ സാവധാനം ഈ പഠനം നിങ്ങളെ ആൾക്കൂട്ടത്തിൽ നിന്നും വേർതിരിക്കും. ജിം റോൺ പറയുന്നു, ഫോർമൽ എഡ്യൂക്കേഷൻ വിൽ മേക്ക് യു എ ലിവിങ്, സെൽഫ് എഡ്യൂക്കേഷൻ വിൽ മേക്ക് യു എ ഫോർച്യൂൺ. സെൽഫ് എഡ്യൂക്കേഷൻ, സ്വയം പഠനം അത്രയധികം പ്രാധാന്യം അർഹിക്കുന്നു. ഈ 1 മണിക്കൂറിൽ പുസ്തകങ്ങൾ വായിക്കുന്നതും മെന്റേഴ്സ് പറയുന്നത് കേൾക്കുന്നതും സക്സസ് പഠിക്കുന്നതും ആത്മകഥകൾ, സെൽഫ് ഡെവലപ്മെന്റ്, ആരോഗ്യം, കമ്മ്യൂണിക്കേഷൻ, മൈൻഡ് സെറ്റ് എന്നിവയിൽ ശ്രദ്ധ കൊടുക്കുന്നതും ഷിഫ്റ്റ് കൊണ്ടുവരുവാൻ സഹായിക്കും. കൂടുതൽ പഠിക്കുമ്പോൾ കൂടുതൽ വ്യക്തമായി കാണാനും അതുവഴി കൂടുതൽ മികച്ച തീരുമാനങ്ങൾ എടുക്കുവാനും സാധിക്കും. അങ്ങനെ ദിവസവുമുള്ള 1 മണിക്കൂർ വീതം ആഡപ്പ് ആകുന്നു. അങ്ങനെ ഒരു വർഷത്തിൽ അത് 365 മണിക്കൂറുകളായി മാറുന്നു. അത് 9 ഫുൾ ടൈം വർക്ക് വീക്സിന് തുല്യമാണ്. ഇങ്ങനെ 1 വർഷത്തോളം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളെ തന്നെ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളിൽ സംഭവിക്കുന്നു. നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുന്നു, ആത്മവിശ്വാസം വർദ്ധിക്കുന്നു, നിങ്ങൾ കൂടുതൽ വ്യക്തമായി സംസാരിക്കുന്നു, ഷാർപ്പറായി ചിന്തിക്കുന്നു. നിങ്ങളെ മുൻപ് സ്റ്റക്കായി നിർത്തിയിരുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ നിശബ്ദമായ ആ 1 മണിക്കൂർ ആരംഭിക്കുന്നതിന് മുൻപ് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ലഭ്യമാക്കുക. വായിക്കാനുള്ള 3 പുസ്തകങ്ങളെങ്കിലും അരികിൽ വയ്ക്കാം. കേൾക്കാനുള്ള പോഡ്കാസ്റ്റും നീട്ടിവെച്ചുകൊണ്ടിരുന്ന കോഴ്സും റെഡിയാക്കി വയ്ക്കാം. അങ്ങനെ സ്വയം പഠനം ജീവിതത്തിന്റെ ഭാഗമാക്കുക. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ലേണിംഗ് പവർഫുൾ ആണെങ്കിലും ലേണിംഗ് വിത്തൗട്ട് ഡൂയിങ്, പ്രവൃത്തി കൂടാതെയുള്ള പഠനം വെറും എന്റർടൈൻമെന്റ് ആണ് എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാ പുസ്തകങ്ങളും വായിച്ചേക്കാം, എല്ലാ വീഡിയോസും കണ്ടേക്കാം, പോഡ്കാസ്റ്റുകൾ കേട്ടേക്കാം. എന്നാൽ അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാത്തിടത്തോളം അത് നിഷ്പ്രയോജനമാണ്. 1 മണിക്കൂർ നേരത്തെ പ്രാക്ടീസ് 10 മണിക്കൂറുള്ള പഠനത്തിന് തുല്യമാണ്. സ്പീക്കിങ്ങിനെ കുറിച്ച് പഠിച്ചതുകൊണ്ട് മാത്രം നമ്മൾ സ്പീക്കർ ആകുന്നില്ല. എക്സസൈസിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കിയതുകൊണ്ട് മാത്രം നമ്മുടെ ബോഡി ഫിറ്റ് ആകുന്നില്ല. ഇനി ഇതാണ് മിക്കവാറും ആളുകൾ വരുത്തുന്ന ഒരു വലിയ തെറ്റ്. അവർ റെഡിയാണെന്ന് തോന്നുന്നതുവരെ കാത്തിരിക്കുന്നു. ആത്മവിശ്വാസമുണ്ടെന്ന് ഉറപ്പാക്കുന്നവരെ അവർ കാത്തിരിക്കുന്നു. പെർഫെക്റ്റ് ആകുന്നവരെ കാത്തിരിക്കുന്നു. എന്നാൽ സത്യം ഇതാണ്, ആത്മവിശ്വാസം പ്രവർത്തിക്കുന്നതിന് മുൻപ് കിട്ടുന്ന ഒന്നല്ല. അത് പ്രവൃത്തിയിലൂടെയാണ് ലഭ്യമാകുന്നത്. ഓരോ തവണ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമ്മൾ ബെറ്റർ ആകുന്നു. ഓരോ തവണ നമ്മൾ ഷോ അപ്പ് ചെയ്യുമ്പോഴും നമ്മൾ ഗ്രോ ചെയ്യുന്നു. ഇത് 1 മണിക്കൂറുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതിനർത്ഥം ആ 1 മണിക്കൂറിന്റെ ഒരു ഭാഗം പ്രാക്ടീസിനായി ഉള്ളതാണ് എന്നതാണ്. നിങ്ങൾ എഴുതാനാണ് പഠിക്കുന്നതെങ്കിൽ എന്തെങ്കിലും എഴുതാൻ ശ്രമിക്കാം. സ്പീക്കിംഗ് ആണ് പഠിക്കുന്നതെങ്കിൽ ഉറക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ബിസിനസ് ആണ് പഠിക്കുന്നതെങ്കിൽ അതിനായൊരു പ്ലാൻ ഉണ്ടാക്കാം. കാരണം ആവർത്തനം, റെപ്പറ്റീഷൻ ആണ് എല്ലാ സ്കില്ലുകളുടെയും മദറായി കണക്കാക്കപ്പെടുന്നത്. ആദ്യത്തെ പരിശ്രമത്തിൽ തന്നെ ചെയ്യുന്ന കാര്യം ശരിയാകണമെന്നില്ല. അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം
ഉറപ്പുവരുത്തുക. പിന്നീട് അതിനെ റിഫൈൻ ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാം. അങ്ങനെ ദിവസവും പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാറ്റങ്ങൾ കാണാൻ ആരംഭിക്കുന്നു. അതിനെ മെഷർ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. അങ്ങനെ ഇന്നലെ പഠിച്ച കാര്യം ഇന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. അത് മെസ്സിയാണ്, ചെറുതാണ് എന്നെല്ലാം തോന്നിയാലും 1 മണിക്കൂർ നേരം നിങ്ങളെടുക്കുന്ന ബോൾഡായ, പെർഫെക്റ്റ് അല്ലാത്ത, ഫോക്കസ്ഡായ പ്രവൃത്തി ജീവിതകാലം മുഴുവൻ ഇരുന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഗുണം ചെയ്യും. അടുത്തൊരു കാര്യം ഇതാണ്. കുറേ ആളുകൾ ഒരു കാര്യത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് ദിവസവും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു പ്രധാന ചോദ്യം സ്വയം ചോദിക്കാതെ, ഞാൻ എങ്ങനെയാണ് ഇന്ന് കാര്യങ്ങൾ ചെയ്തത്? അവിടെയാണ് ഗ്രോത്ത് ഉള്ളത്. ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്നതിൽ, അവലോകനം ചെയ്യുന്നതിൽ. ജിം റോൺ പറയുന്നു, എ ലൈഫ് വർത്ത് ലിവിങ് ഇസ് എ ലൈഫ് വർത്ത് റെക്കോർഡിംഗ്. അതുകൊണ്ട് 1 മണിക്കൂറിന്റെ അവസാനം 5 മിനിറ്റോളം എടുത്ത് സ്വയം ചോദിക്കാം, എന്താണ് ഞാൻ പഠിച്ചത്? എന്താണ് ഞാൻ നേടിയത്? എന്ത് കാര്യത്തിലാണ് എനിക്ക് പ്രയാസം അനുഭവപ്പെട്ടത്? നാളെ അല്പം കൂടി മികച്ചതാക്കാൻ സാധിക്കുന്ന കാര്യം എന്താണ്? ഇത് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നുണ്ടോ അതോ വെറുതെ അവിടെ തന്നെ നിന്ന് കറങ്ങുകയാണോ എന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. സ്വയം അവലോകനം ചെയ്യുന്നത് വ്യക്തത കൊണ്ടുവരുന്നു. അത് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരുന്നു. അങ്ങനെ റിസൾട്ടിലേക്ക് നമ്മെ നയിക്കുന്നു. അടുത്ത പടി റിഫൈനിങ് ആണ്. ഏതൊക്കെ കാര്യങ്ങൾ അല്പം കൂടി മികച്ചതാക്കാം? ഏതൊക്കെ കാര്യങ്ങൾ മാറ്റേണ്ടതുണ്ട്? ഏതൊക്കെ കൂട്ടിച്ചേർക്കാം? കാരണം എക്സലൻസ് ഉണ്ടാകുന്നത് ചെറിയ ഇൻ്റലിജൻ്റായ കറക്ഷൻസിൽ നിന്നാണ്, വലിയൊരു ചാട്ടത്തിൽ നിന്നല്ല. അങ്ങനെ ഓരോ മണിക്കൂറും ചിലവഴിക്കുമ്പോൾ റിഫ്ലക്റ്റ് ചെയ്യാം, റിഫൈൻ ചെയ്യാം, അടുത്ത ദിവസം വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരാഴ്ച ചെയ്യുക. ഒരു ഷിഫ്റ്റ് വന്നതായി നിങ്ങൾ കാണും. 1 മാസം അത് ചെയ്യുക, ആളുകൾ അത് ശ്രദ്ധിക്കും. 1 വർഷം അത് ചെയ്യുക, ജീവിതം ഒരിക്കലും പിന്നീട് മുൻപത്തെ പോലെയാകില്ല. ഇങ്ങനെ നിങ്ങൾ ഓർഡിനറിയിൽ നിന്നും എക്സെപ്ഷണലായി മാറുന്നു.